രാഹുൽ ഗാന്ധി ഇപ്പോഴും തൻ്റെ വോട്ട് ചോരി വിവാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2024 ഹരിയാന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 25 ലക്ഷം വോട്ടുകളാണ് അധികമായി ചേർത്തത് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അവിടുത്തെ മൊത്തം ജനസംഖ്യ 2 കോടിയോളം ആണ്. അപ്പോൾ ഈ വർധനവെന്ന് പറയുന്നത് ഡ്യൂപ്ലിക്കേഷൻ, ബൾക്കായിട്ടുള്ള വോട്ട് ചേരൽ, സ്ഥലം മാറിയുള്ള വോട്ട് ചേരലുകൾ, ഇങ്ങനെയുള്ള പല കാറ്റഗറിയിലാണ് വോട്ടുകൾ ഇങ്ങനെ കൂട്ടുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ 25 ലക്ഷം വ്യാജ വോട്ടർമാരെ സൃഷ്ടിക്കാൻ എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിക്കോ ഏതെങ്കിലും സംഘടനകൾക്കോ സാധിക്കുന്നൊരു വിഷയമാണോ? ഇനി വോട്ടിൽ ഈ വർധനവ് വന്നാൽ അത് BJP ആണ് വർദ്ധിപ്പിച്ചത്, വ്യാജമായി ചേർത്തത് എന്ന് പറയുന്നതിന് എന്താണ് അടിസ്ഥാനം? കോൺഗ്രസ്സുകാർക്ക് ഇത് ചെയ്തുകൂടെ? BJPക്കാരും മനുഷ്യരാണ്, കോൺഗ്രസ്സുകാരും മനുഷ്യരാണ്. BJPക്ക് ചെയ്യാവുന്നത് കോൺഗ്രസ്സിനും ചെയ്യാം. ഇനി ഈ ചേർക്കപ്പെട്ട ബൾക്കായിട്ടൊക്കെ വന്ന വോട്ടർമാരെല്ലാം BJPക്ക് തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? അപ്പോൾ വളരെ വളരെ ബാലിശമായിട്ടുള്ള ആരോപണങ്ങളുമായി ഈ നേതാവ് ഇങ്ങനെ നടക്കുകയാണ്. പക്ഷേ ഇപ്പോൾ അധികം ആരും ഇതിന് ചെവിക്കൊള്ളുന്നില്ല. പിന്നെ ഇവിടുത്തെ ചില തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന സംഘടനകളുടെ പത്രങ്ങൾ, അവരൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത്. കാരണം ഇദ്ദേഹം ഒന്ന് പ്രധാനമന്ത്രിയായി കിട്ടിയാൽ പിന്നെ ഇന്ത്യ നമുക്ക് സ്വന്തം എന്ന് വിചാരിക്കുന്ന വിഘടനവാദികൾ, തീവ്രവാദികൾ, അവരുടെ എല്ലാവിധ പിന്തുണയോടും കൂടി ഇദ്ദേഹം ഇങ്ങനെയുള്ള അസത്യമായിട്ടുള്ള ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും ഇതിനെക്കുറിച്ച് പറയുവാനില്ല.